ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ ഖൽബായ ഉമ്മ എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ തേർഡ് പാർട്ടാണിത്. അപ്പം ആദ്യത്തെ 2 പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് കേട്ടിട്ടില്ലാത്തവർ അവിടെ പോയി കേൾക്കുക. പിന്നെ സെക്കൻഡ് പാർട്ടിന് ശേഷമുള്ളൊരു 16 മിനിറ്റ് ഒരു പോർഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. ഇതേ സെയിം ഡേറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. തിങ്കളാഴ്ച അന്ന് മോളിക്ക് LKG ഉണ്ടായിരുന്നു. ജാസ്മിൻ രാവിലെ അവളെ കുളിപ്പിച്ചൊരുക്കി ഓട്ടോയിൽ പറഞ്ഞു വിട്ടു. ഷാനുവും നേരത്തെ എഴുന്നേറ്റിരുന്നു. ജാസ്മിൻ ഭ്രാന്ത് പിടിച്ച ചിന്തകളുമായി അടുക്കളയിലായിരുന്നു. ഷാനു ചെടികൾക്കരികിലും. 10 മണിയോടെ ഇരുവരും മാഷിൻ്റെ വീട് വൃത്തിയാക്കാൻ പോയി. ആ സമയങ്ങളിലൊന്നും അവനോടൊരടുപ്പത്തിനും അവൾ നിന്നില്ല. ഷാനു തമാശകളുമായി അവളുടെ അരികിൽ വന്നപ്പോഴൊക്കെ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. ഉച്ചയോടെ അവർ തിരിച്ചെത്തി. ഭക്ഷണശേഷം ഷാനു കൂട്ടുകാരൻ മിഥുനെ കാണാനെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ജാസ്മിൻ ആകട്ടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ആരോടോ വാശി തീർക്കാൻ എന്ന വണ്ണം അവൾ ജോലികൾ ചെയ്തു തീർത്തു. ഉച്ചയ്ക്ക് ഹാഷിർ വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞൊഴിവായി. ഷാനു വൈകുന്നേരം വരുമ്പോൾ മോളിയെ കൂട്ടിയാണ് വന്നത്. മോളി വന്നതിന് ശേഷമാണ് അന്തരീക്ഷം ഒന്ന് അയഞ്ഞത്. അന്ന് നഴ്സറിയിൽ പഠിച്ച പാട്ടിൻ്റെ 2 വരി മാത്രം പാടിക്കൊണ്ട് മോളി ഡോറ കണ്ടും ഗെയിം കളിച്ചു ഇരുന്നു. സന്ധ്യയായി. അന്നെന്തോ മഴ പെയ്തിരുന്നില്ല. ഉമ്മയ്ക്കെന്തോ മനസ്സിലായിട്ടുണ്ടെന്ന തോന്നലിൽ ഷാനു കൂടുതലും ചെടി പരിപാലനത്തിലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ മോളിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ജോലികളെല്ലാം തീർത്ത് ജാസ്മിൻ മുറിക്കകത്തേക്ക് പോയി. ഷാനു പതിവ് പോലെ വാട്സാപ്പിലായിരുന്നു. മുൻവശത്തെ വാതിലടച്ച് ലൈറ്റ് ഓഫാക്കിയപ്പോഴാണ് മൊബൈലിൽ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. ജാസുമ. അവൻ ആശ്ചര്യം തോന്നി. അവനത് ഓപ്പൺ ചെയ്തു. ഈ ചെയ്തതെന്താണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. നിനക്ക് ഞാൻ ഇത്രയേറെ സ്വാതന്ത്ര്യം തന്നിട്ടും നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല ഷാനു. അതുകൊണ്ട് ഇന്നു മുതൽ നീ മറ്റേ മുറിയിൽ കിടന്നാൽ മതി. ഞാൻ വാതിലടയ്ക്കുന്നു. ഷാനു വായിച്ചു തീർന്നപ്പോഴേക്കും മുന്നിലെ ഡോറിൽ ടവർ ബോൾട്ട് വീഴുന്ന ശബ്ദം കേട്ടു. വാതിലടച്ച ശേഷം കിടക്കയിലേക്ക് വീണ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞു. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അവനെ അറിയിക്കാൻ അതല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിന്തകളിലേക്ക് അവനെ പെറ്റിട്ടതു മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഒരു തിരശീലയിൽ എന്ന പോലെ മിഴിവോടെ അവളുടെ മനസ്സിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ ആത്മാഭിമാനത്തിന് മറ്റുള്ളവർ വില പറഞ്ഞ കാലത്ത് അവനെയും വാരിയെടുത്ത് നടന്നലഞ്ഞ വഴികൾ ഓർത്തപ്പോൾ വീണ്ടും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. എന്നാലും ഷാനു, നീ മക്കളുടെ സാമീപ്യവും സ്നേഹവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന മാഷിനെ അവൾ ഓർത്തു. മക്കൾ അരികിലുണ്ടായിട്ടും സ്നേഹവും സാമീപ്യവും നൽകിയിട്ടും തൻ്റെ അവസ്ഥ എന്തൊരു വിധി വൈപര്യമാണത്. നിയന്ത്രണങ്ങൾ എന്നല്ല, ഒരു ചട്ടക്കൂട് മാത്രമല്ലെന്നും അത് പാലിക്കപ്പെടേണ്ടതാണെന്നും ജാസ്മിൻ അറിഞ്ഞു. ഉപ്പയും മകളുമാണെങ്കിലും ഉമ്മയും മകനുമാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അതിർവരമ്പുകളില്ലെങ്കിൽ ആ ബന്ധത്തെ ഓർത്ത് ഇതുപോലെ വിലപിക്കേണ്ടി വരുമെന്ന സത്യം ജാസ്മിൻ തിരിച്ചറിയുകയായിരുന്നു. താനാണ് തെറ്റുകാരി, താൻ മാത്രം. എന്നിട്ടും മകനെ തള്ളിപ്പറയാൻ അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. അവൻ്റെ മാനസിക ശാരീരിക വളർച്ച താൻ മനസ്സിലാക്കണമായിരുന്നു. അതിനനുസരിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമായിരുന്നു. ഓരോ തവണയും അതിരുകൾ അവൻ ഭേദിക്കുമ്പോൾ തടയിടണമായിരുന്നു. ഇത്രയെങ്കിലും നേരത്തെ ആയതിൽ അവൾ സമാധാനിച്ചു. 1-2 ദിവസത്തെ പിണക്കം കൊണ്ട് ഇത് മാറും. സാവകാശം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ജാസ്മിൻ കണക്ക് കൂട്ടി. അവളൊന്ന് പോയി മുഖം കഴുകി വന്നു. വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞപ്പോൾ മനസ്സിനൊരു ധൈര്യവും സന്തോഷവും അവൾക്ക് അനുഭവപ്പെട്ടു. അതങ്ങനെ തുടർന്നിരുന്നുവെങ്കിൽ, തനിക്ക് മെസ്സേജ് വിടാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ, മനസ്സിൻ്റെ കോണിൽ എവിടെയോ ബാക്കി കിടന്നിരുന്ന നിഷിദ്ധ രതിയുടെ വിത്തിനനക്കം വെച്ചു തുടങ്ങി. ആ ഓർമ്മയിൽ ജാസ്മിനൊന്ന് തല കുടഞ്ഞു. ഈ വീട്ടിൽ താമസിക്കുന്നത് ഉമ്മയും മക്കളുമാണ്. തന്നെക്കുറിച്ചോ ഷാനുവിനെക്കുറിച്ചോ ആർക്കും രണ്ടഭിപ്രായമില്ല. വിവാഹശേഷം അധിക കാലമൊന്നും ഷാഹിർക്ക കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് ജീവനെ പോലെ സ്നേഹിക്കുന്ന ഉമ്മയുടെ കാമം ശമിപ്പിക്കാൻ വന്നതാണോ അവൻ?
അതായിരിക്കുമോ സത്യം? കുറച്ചു നേരം മുമ്പുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ആവിയായി പോയതവൾ അറിഞ്ഞു. നാട്ടിലും കോളേജിലും പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. ചീത്ത കൂട്ടുകെട്ട് അവനില്ലെങ്കിലും അവരുടെ സംസാരങ്ങൾക്കിടയിലുള്ള ഒന്നോ രണ്ടോ വാക്കുകളാണോ അവനെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചതെന്ന് അവൾക്ക് സന്ദേഹമുണ്ടായി. അല്ലാതെ തൻ്റെ ഷാനു പിഴയ്ക്കില്ല. ഇത്തരം ഹീനചിന്തകൾ അവൻ്റെ മനസ്സിൽ കുത്തിവെച്ചതാരായാലും അവരെ കണ്ടുപിടിച്ചിരിക്കണം. അല്ലാതെ തൻ്റെ കാമം ശമിപ്പിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടതാവില്ലവൻ. കാമം, ആ വാക്ക് ഒന്നുകൂടി അവളുടെ മനസ്സിൽ മുഴങ്ങി. അവന് കാമമാണോ തന്നോട്? തൻ്റെ മകനാണെങ്കിലും സുന്ദരനായ ഷാനുവിന് കാമം തോന്നാൻ തനിക്ക് എന്തുണ്ട്? അതൊരു ചോദ്യം. തൻ്റെ മകനായ ഷാനുവിന് തന്നോട് കാമം തോന്നാൻ പാടുണ്ടോ? അത് മറ്റൊരു ചോദ്യം. ജീവന് തുല്യം സ്നേഹിച്ച് കല്യാണം കഴിച്ച പെൺകുട്ടിയെ വരെ മറക്കും പുരുഷന്മാർ മറ്റൊരു സ്ത്രീയോടൊപ്പം ഇണചേരാൻ സാഹചര്യം ഒത്തുവന്നാൽ. മുൻപെങ്ങോ സുജ പറഞ്ഞ കാര്യം അവൾ ഓർത്തു. അവളത് അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് നേരത്തെ ചിന്തിച്ച കാര്യം ബലപ്പെട്ടു തുടങ്ങിയത്. ഉപ്പ ഗൾഫിലാണ്. ഉമ്മ വിരഹവേദനയിലും പോരാത്തതിന് സർവ്വസ്വാതന്ത്ര്യവും. ആ സാഹചര്യം അവൻ മുതലെടുക്കുകയായിരുന്നു. അവൻ്റെ ലാളനകൾക്ക് വിധേയയായി താനും കൂടി മനസ്സ് വെച്ച സംഗതി ക്ലീൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഉമ്മയും മകനും. അകത്ത്, റബ്ബേ, താൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ലോകത്ത് സംഭവ്യമാണോ? പാടില്ല. ലോകത്ത് എവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ അത് നടക്കാൻ പാടില്ല. അതിലും ഭേദം മരണമാണ്. എന്നും പറയാനുള്ള കാര്യങ്ങൾ വാട്സാപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ ധീരമായി നിൽക്കണം. പറ്റില്ലെന്ന് അറുത്തു മുറിച്ച് പറയണം. അല്ലെങ്കിൽ തോൽവി മാത്രമല്ല, സർവനാശമായിരിക്കും ഫലം. തന്നെയും ഷാനുവിനെയും വീഴ്ചയ്ക്കിടെ ആരെങ്കിലും പിടിക്കപ്പെട്ട? വീഴ്ചയ്ക്കിടെ ജാസ്മിൻ ഇരുന്ന് പുകഞ്ഞു. ഇന്നലെ രാത്രി തൻ്റെ പിന്നിൽ ചേർന്ന് കിടന്ന് അവൻ ചെയ്തു കൂട്ടിയ പരാക്രമം ഒരു ഞൊടി അവൾ ഓർത്തു. ഇതൊക്കെ ആരേലും അറിഞ്ഞാൽ, പിടിക്കപ്പെട്ടാൽ? കയറിൽ തൂങ്ങിയാടുന്ന തൻ്റെ തന്നെ മൃതദേഹം കണ്ട് അവളൊന്ന് നടുങ്ങി. ഷാനു നാടുവിടുമായിരിക്കും. ഇക്ക ചങ്ക് പൊട്ടി മരിക്കും. മോളിയോ? പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി അവൾ ജീവിക്കുവോ? അവളും മരിക്കും. പെണ്ണിനല്ലേ പെണ്ണിൻ്റെ മനസ്സറിയൂ. ദീനിബോധമുള്ള തറവാട്ടിൽ നിന്ന് അലർച്ചകളും അലമുറകളും ഉയരും. വാമൊഴികളും വരമൊഴികളും മരിച്ച് മണ്ണടിഞ്ഞാലും അപമാനിച്ചുകൊണ്ടേയിരിക്കും. പിടിക്കപ്പെട്ടില്ലേൽ? ബാക്കി ആലോചിക്ക വയ്യാതെ അവൾ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. കുറച്ച് കാലങ്ങളായി ഉപയോഗിക്കാതിരുന്ന പഴമയുടെയും പ്രകൃതിയുടെയും നനവാൽ നനുത്ത പൂപ്പൽ മണമുള്ള ബെഡിലേക്ക് ഷാനു വീണു. അവൻ്റെ ചങ്ക് പൊടിയുകയായിരുന്നു. തന്നെ ഉമ്മ ഒന്നടിച്ചിരുന്നുവെങ്കിൽ ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു. തെറ്റാണ് താൻ ചെയ്തതെന്ന് ഷാനുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവളുടെ വാക്കുകളല്ല, മറിച്ച് ഇത്ര നാളും അനുഭവിച്ചു വന്നിരുന്ന സ്നേഹവും കരുതലും സ്വാതന്ത്ര്യവും ഇനി അങ്ങോട്ടില്ലല്ലോ എന്ന ചിന്തയിലാണ് അവൻ്റെ ഉള്ളു മുറിഞ്ഞത്. ആ ചിരിയില്ല, ആ കളിതമാശകളില്ല, പരിണഭങ്ങളും ചുംബനങ്ങളും സ്നേഹസൃണമായ മന്ത്രണങ്ങളുമില്ല. ആ ശരീരത്തിൻ്റെ ചൂടില്ല. ആ ശരീരത്തിൻ്റെ പതുപതുപ്പിൽ ഉരഞ്ഞ് ഇനി ഒരു നാളും കിടക്കാനാകില്ല. ഷാനുവിൻ്റെ പഴയ ജാസുമ്മ ഇനി ഉണ്ടാവില്ലെന്ന തിരിച്ചറിവിൽ ഹൃദയം പിളർന്നവൻ നിലവിളിച്ചു. അവൻ്റെ പ്രകാശം ഇനിയില്ല. അവൻ്റെ ചേതനയും ചോദനയും അവളായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തലേന്ന് ജാസുമ്മയ്ക്ക് മനസ്സിലായി എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇടയ്ക്ക് ഉമ്മയിലുണ്ടായ നടുക്കവും വിറയലുമൊക്കെ അത് വെളിവാക്കി തന്നതാണ്. ഉമ്മയും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് കരുതിയാണ് ഇന്നലെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുത്തത്. നൈറ്റി അത്ര ഉയർത്തി വെക്കണമെന്ന് വിചാരിച്ചതല്ല. അപ്പോഴത്തെ ആവേശത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. മാത്രമല്ല, തലേന്നത്തെ ഉമ്മയുടെ സഹകരണം മനസ്സിലുണ്ടായിരുന്നു. ജാസുമ്മയുടെ ഗന്ധമടിക്കുമ്പോൾ പലപ്പോഴും ഹൃദയം കൈവിട്ടു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ഇന്നലെ തോന്നിയതല്ല, മിനിഞ്ഞാന്നുമല്ല, ഒരു വർഷം മുന്നേയുമല്ല. അവൻ്റെ ബാല്യം മുതൽ അവനെയും കൊണ്ട് അവൾ നടന്ന വഴികളിൽ ആ ഗന്ധം ആശ്വാസമായിരുന്നു.
ആശ്രയം ആരുമില്ലാതെ ഉഴറിയ നേരങ്ങളിൽ ആ ഗന്ധം അവന് സനാഥത്വമായിരുന്നു. കൗമാരത്തിലേക്ക് കാലൂന്നിയ കാലം ആ ഗന്ധം അവന് പ്രചോദനവും ഉത്തേജനവുമായിരുന്നു. ഇടയ്ക്ക് പുഴയൊന്ന് വഴിമാറിയൊഴുകി. മാർക്കച്ച കെട്ടി അഴിഞ്ഞുലഞ്ഞ കേശഭാരത്തോടെ മുറിയിൽ വസ്ത്രം മാറാൻ അവൾ നിൽക്കുമ്പോൾ കൗമാര കുതൂഹലം ആ മേനിയുടെ അഴകളവുകൾ കാർബൺ കോപ്പി പോലെ മനസ്സിലും ഹൃദയത്തിലും ദിഷ്ണയിലും പതിപ്പിച്ചു വെക്കുകയായിരുന്നു. ഉറക്കത്തിൽ അവളുടെ അശ്രദ്ധയിൽ വെളിവാകുന്ന മിനുസമാർന്ന തുടകളും കാൽവണ്ണകളും കക്ഷവും അവളെ ചേർന്ന് കിടക്കുമ്പോഴുള്ള ചൂടും അവൻ ഹൃദയത്തിലേക്ക് മാത്രം എടുത്തു വെക്കുകയായിരുന്നു. അന്നു മുതൽ അവൻ ആ ഗന്ധം ലഹരിയായിരുന്നു. ഉമ്മയോട് ചേർന്ന് കിടക്കുന്ന രാത്രികളിൽ അവൻ്റെ മേൽച്ചുണ്ടിലെ പൊടിമീശയിലും മൂക്കിൻ തുമ്പിലും വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നതിന് കാരണം ആ ഗന്ധത്തിൻ്റെ ലഹരിയായിരുന്നു. അതെ, ജാസ്മിൻ്റെ ഗന്ധം മദനരസക്കൂട്ടുകളുടെ ആകെ തുകയായിരുന്നു. അതിലലിയേണ്ടവൻ അവിടെ ഇല്ലായിരുന്നുവല്ലോ. ആ ഗന്ധവും അതിൻ്റെ ലഹരിയും വർഷങ്ങളുടെ നിശബ്ദ നിരീക്ഷണത്തിൽ കണ്ടെടുത്തത് ഷാനു ആയിരുന്നു. പരീക്ഷണങ്ങളിൽ കണ്ടെടുത്ത രഹസ്യം പരസ്യമാക്കാതെയും പേറ്റന്റ് ചെയ്യാതെയും ആ ഭിഷഗ്വരൻ തൻ്റേത് മാത്രമാക്കി സ്വന്തമാക്കി വെച്ചു. ഷാനു ആദ്യം കണ്ടതും ആദ്യം മനസ്സിലേക്കെടുത്തു വെച്ചതും ഏതു രൂപമായിരുന്നോ അതായിരുന്നു അവൻ്റെ മനസ്സിലെ സ്ത്രീസങ്കല്പം. ജാസ്മിൻ്റെ കാൽവിരലുകളൊക്കെ വളരെ ഭംഗിയുള്ളവയായിരുന്നു. നെയിൽ പോളിഷോ മൈലാഞ്ചി ചായമോ തൊടാത്ത സ്വാഭാവിക നിറമുള്ള നഖങ്ങൾ ഒതുക്കി വെട്ടി അവൾ സൂക്ഷിച്ചിരുന്നു. ഞരമ്പുകളൊന്നും തെളിയാത്ത കാൽവണ്ണ കൊഴുത്തുരുണ്ടിരുന്നു. ഉപ്പൂറ്റിയുടെ ഭാഗം തിളക്കവും മിനുസവുമുള്ളതായിരുന്നു. അവളുടെ കാൽമുട്ടുകളുടെ ഉരുളിമ തന്നെ ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. പുറംഭാഗം വരെ എത്തുന്ന നല്ല കറുത്തിരുണ്ട ഉള്ളുള്ള മുടിയായിരുന്നു അവൾക്ക്. നെറ്റിത്തടത്തിൽ ചില സമയങ്ങളിൽ എണ്ണമയം കൂടുതലുണ്ടാകും. ഒരുപാടല്ലെങ്കിലും തൊടുത്തു തന്നെയാണ് കവിളുകൾ. ചെവികളിൽ ചെറിയ ഞാത്ത് കമ്മലുകൾ മാത്രമാണുണ്ടാവുക. നേർത്ത സ്വർണ്ണമാല ചേരുന്ന കഴുത്തിൽ തൊട്ടു മുകളിലായി ഒരു നേർത്ത വര കൂടിയുണ്ട്. അതവളുടെ കഴുത്തഴകിനെ ഇരട്ടിപ്പിക്കുന്നു. മൂക്ക് ഒരല്പം നീളക്കൂടുതലുണ്ട്. താടിയലിൻ്റെ ഭാഗം പഴയ സിനിമാ താരം അഭിരാമിയുടെ പോലെയാണ്. കൈമുട്ടുകളുടെ ഭാഗം അല്പം കറുത്തതാണ്. കൈത്തണ്ടയിൽ നനുത്ത രോമങ്ങളുണ്ട്. നീണ്ടു ഭംഗിയാർന്ന കൈവിരലുകൾ. മേക്കപ്പ് എന്നത് ജാസ്മിൻ ഉപയോഗിക്കാത്ത കാര്യമാണ്. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച അവൾക്ക് അതൊന്നും ഇഷ്ടവുമല്ലായിരുന്നു. ഇരുനിറക്കാരിയാണ് ജാസ്മിൻ. പക്ഷേ വസ്ത്രം മറയ്ക്കുന്ന ഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക എടുപ്പും നിറവും ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകതയും ആകർഷണവും അവൾക്കില്ലായിരുന്നു. പക്ഷേ ഒരു പ്രത്യേകതയില്ലാത്തതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഷാനു വീണ്ടും തലേ ദിവസത്തെ സംഭവങ്ങളിലേക്ക് തിരിച്ചെത്തി. ജാസുമ്മ സങ്കടം കൊണ്ട് വിങ്ങുമ്പോൾ കാമാസക്തി മൂത്തവൾ പിഴയുകയാണെന്നാണ് അവൻ കരുതിയത്. ആ ധൈര്യത്തിലാണ് അവളിലേക്ക് അമർന്നു കിടന്നതും. മോളി എഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഉമ്മ അതിന് സമ്മതിക്കുമായിരുന്നു എന്നവന് തോന്നി. 1-2 മിനിറ്റുകൾ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ. ഉമ്മ കിതയ്ക്കുന്നതും സ്വരം പതറിയിരുന്നതും ഷാനു ശ്രദ്ധിച്ചിരുന്നു. ഇന്നു പകൽ ഉമ്മ തന്നോട് അകൽച്ച കാണിച്ചിരുന്നുവെങ്കിലും രാത്രി അതൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. അവൻ ഫോണെടുത്ത് നോക്കി. ഒരു ക്ഷമ പറഞ്ഞ് മെസ്സേജ് അയച്ചാലോ എന്നവൻ പലതവണ ആലോചിച്ചു. തൻ്റെ ഇഷ്ടവും ഇംഗിതവും കാരണങ്ങളും വ്യക്തമാക്കി പലതവണ എഴുതാൻ ശ്രമിച്ചെങ്കിലും അവന് വാക്കുകൾ കിട്ടിയില്ല. ഫോൺ ബെഡിലേക്കിട്ട് ഷാനു വീണ്ടും കിടന്നു. എൻ്റെ ജാസുമ്മ. ഷാനുവിന് സങ്കടം തികട്ടി വന്നു. ഉമ്മയുടെ മനസ്സിലെന്തെന്ന് അവൻ ഊഹിക്കാൻ സാധിച്ചില്ല. ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത്. എന്നിരുന്നാലും തനിക്കിതിനൊക്കെ പ്രോത്സാഹനം തന്നതും ഉമ്മയല്ലേ. ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും കൂടെ കിടക്കാനും സമ്മതിച്ചിരുന്നത് തന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ. കള്ളനെ പിടിച്ചു കഴിഞ്ഞിട്ടും ഉമ്മ മാറി കിടക്കാതിരുന്നതും അതുകൊണ്ടാവണമല്ലോ. ലൈസൻസ് കിട്ടിയ കാര്യം പറഞ്ഞ രാത്രി ജാസുമ്മയുടെ മുകളിൽ കയറിക്കിടന്ന് ചുംബിച്ചപ്പോഴും അത് ആസ്വദിച്ചതല്ലാതെ ഉമ്മ ഒന്നും പറഞ്ഞില്ല. അന്ന് ചുംബിച്ച ആ സുഖം, അതോടെയാണല്ലോ തൻ്റെ മനസ്സ് പിടിവിട്ടു തുടങ്ങിയതെന്നും അവൻ ഓർത്തു.
ആരോരുമില്ലാത്തവളാണുമ്മ. തനിക്ക് തിരിച്ചറിവ് വന്ന ശേഷം തന്നോട് എന്ത് കാര്യങ്ങളും ചോദിച്ചേ ചെയ്യുമായിരുന്നുള്ളൂ. താൻ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഉമ്മയും ഉമ്മ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ താനും ചെയ്തതായി ഇതുവരെ ഓർമ്മയിലില്ല. ജാസുമ്മയോടുള്ളത് മുഴുവനും സ്നേഹം തന്നെയാണ്. വർഷങ്ങളായി അത് അധികരിച്ച് പുറത്തു വന്നത് ഇങ്ങനായിപ്പോയി. നമ്മളുടെ ഇഷ്ടം അറിയുന്നവർ, നമ്മളെ നന്നായി മനസ്സിലാക്കുന്നവർ, നമ്മളെ നന്നായി ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവർ, നമ്മൾക്കിഷ്ട ഭക്ഷണം ഉണ്ടാക്കി വയറ് നിറയെ ഊട്ടുന്നവർ, അവർക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് നമ്മളെ ധരിപ്പിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പുകഴ്ത്തുന്നവർ, അവരോടൊക്കെ നമുക്ക് സ്നേഹത്തിനും അതീതമായൊരു ഹൃദയബന്ധം ഉണ്ടാവുക സ്വാഭാവികം. അപ്പോൾ പിന്നെ നമ്മളെ ചുംബിക്കുകയും വാരിപ്പുണരുകയും കൂടെ കിടക്കുകയും ചെയ്യുന്നവരാണെങ്കിലോ? നിഷിദ്ധ ബന്ധം എന്നതിന് ഇവിടെ പ്രസക്തിയില്ല. മറ്റൊരു തരത്തിലുള്ള ബന്ധമായിരുന്നുവെങ്കിൽ ശാരീരിക ബന്ധം വരെ നടന്നു കഴിഞ്ഞേനെ. ഇവിടെ ഇങ്ങനെ ഒരു ബന്ധമായതിനാൽ അതിങ്ങനെ തീവ്രത കൂടി ഒഴുകിക്കൊണ്ടിരുന്നു. ജാസ്മിന് പരിമിതികളുണ്ട്. അവളൊരു മാതാവാണ്. സമൂഹം കൽപ്പിച്ചു പോരുന്ന സദാചാര്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവളും അക്ഷരം പ്രതി പാലിക്കുന്നവളുമാണ്. പക്ഷെ ഷാനു അങ്ങനെയല്ല. അവൻ്റെ എല്ലാം ഉമ്മ തന്നെയാണ്. അവൾക്ക് തന്നോടുള്ള സ്നേഹം കൂടി ഒരു നാൾ അത് സംഭവിക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ വർഷങ്ങൾ തള്ളി നീക്കിയവനാണ്. ആ ബന്ധം ശരിയല്ലെന്നും ആരും അംഗീകരിക്കില്ലെന്നും അവനറിയാം. പക്ഷേ അവൻ്റെ ലഹരി അതാണ്, അവളാണ്. ഇന്നുവരെ ഒരു മുറിബീഡിയുടെ ലഹരി പോലും അറിയാതെ അവൻ കാത്തിരിക്കുന്നത് ആ ലഹരിക്ക് വേണ്ടിയാണ്. ലോകത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വിലയുള്ള വീര്യമുള്ള ലഹരിക്ക് പോലും കാതങ്ങൾ ദൂരെയാണ് ഷാനുവിൻ്റെ ജാസ്മിൻ എന്ന ലഹരി. ഷാനുവിൻ്റെ ജാസുമ്മ, ഷാനുവിനത് ലഹരിയാണ്, അവൻ്റെ മാത്രം ലഹരി. ആ ലഹരിയുടെ മയക്കത്തിലാണ് അവൻ്റെ ദിനരാത്രങ്ങൾ. ജാസ്മിനായിരുന്നു അവൻ്റെ രാജ്യം. അവൻ സൈന്യാധിപനും. രാജ്യം ഉറങ്ങുമ്പോൾ വേഷം മാറി ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങിയ പഴയ കഥയിലെ ചക്രവർത്തിയുമാകാറുണ്ടായിരുന്നു ചിലപ്പോൾ അവൻ. ഒരു കാര്യം സത്യമായിരുന്നു, ഷാനു വളർന്നു തുടങ്ങിയതോടെയാണ് അവൾ ഉറങ്ങാൻ തുടങ്ങിയതും. ഇന്നിപ്പോൾ ചക്രവർത്തിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. തീ പിടിച്ച ചിന്തകൾക്ക് നടുവിൽ കിടന്നുരുകിയതിനാൽ വൈകിയാണ് ജാസ്മിൻ എഴുന്നേറ്റത്. അവൾ അറിയാതെ വലതുവശത്തേക്ക് കൈയൊന്ന് നിരങ്ങി. എന്നും രാവിലെ ഉറങ്ങിക്കിടക്കുന്ന ഷാനുവിൻ്റെ കവിളിൽ അരുമയോടെ തഴുകിയ ശേഷമാണല്ലോ താൻ കിടക്ക വിടാറ് എന്നവൾ ഓർത്തു. ചില ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് അതേസമയം അവളുടെ മനസ്സ് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അടുക്കള ജോലികൾ തീർത്ത് മോളി എഴുന്നേറ്റപ്പോൾ അവളെ കുളിപ്പിച്ചൊരുക്കി അവളെ ഭക്ഷണം കഴിപ്പിക്കുന്ന സമയത്തൊന്നും ഷാനു എഴുന്നേറ്റിരുന്നില്ല. മോളി സ്ഥിരമായി പോകുന്ന ഓട്ടോറിക്ഷയുടെ ശബ്ദം അകന്നു തുടങ്ങിയപ്പോഴാണ് ഷാനുവിൻ്റെ വാതിൽ തുറന്നത്. അയൽക്കൂട്ടത്തിലെയും മറ്റ് ഗ്രൂപ്പുകളിലെയും വാട്സാപ്പ് നോക്കുകയായിരുന്നു അവൾ. ഷോർട്സിലും ടീഷർട്ടിലും അവൻ ഹാളിലേക്ക് വന്നപ്പോൾ അവൾ അമ്പരന്നു. ഷാനു, അവൻ തന്നെയാണോ ഇത്? ഒറ്റ രാത്രി കൊണ്ട് കരുവാളിച്ചു പോയ പോലെ മുഖം, അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കാറുള്ള മുടിയിഴകൾ ഷോക്കടിച്ചതുപോലെ ക്രമരഹിതമായി ഉയർന്നു താണിരിക്കുന്നു. കരഞ്ഞുവെന്നുറപ്പ്. മിഴിനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങിയ പാട് കവിളിൽ കാണാം. മീശ രോമങ്ങൾക്ക് താഴെ സദാ ചുവന്ന് നനഞ്ഞിരിക്കുന്ന അവൻ്റെ അധരങ്ങൾ കശുവണ്ടി ചുന പറ്റിയതുപോലെ ചിലയിടത്ത് ചുവന്നും കറുത്തും ഉണങ്ങിയിരിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ നിന്നും അനുകമ്പയുടെ നീരുറവ പൊട്ടി. ജാസുമ്മ, ഷാനു വിളിച്ചു. പതറിയതും ജീവനില്ലാത്തതുമായ ആ സ്വരത്തിൻ്റെ ഉടമ തൻ്റെ മകനാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് തിളച്ചു. വാരിപ്പുണരാനും അവനെ ചേർത്ത് ആശ്വസിപ്പിക്കാനും അവളുടെ മനം തുടിച്ചു. കൺകോണിലേക്ക് ഇറ്റുവീണ ഒരു തുള്ളി അവൻ കാണാതെ ടോപ്പിൻ്റെ ഷോൾഡർ ഭാഗം കൊണ്ട് ഉരുമി തുടച്ച് അവൾ അവനെ ചോദ്യഭാവത്തിൽ നോക്കി. എനിക്ക് അവൻ വിക്കി, പോയി കുളിച്ചിട്ട് വാ. അവൻ്റെ മനസ്സറിഞ്ഞ് വായിച്ചിട്ടും അവൾ അങ്ങനെയാണ് പറഞ്ഞത്. ഷാനു കുളിക്കാൻ കയറി. അവൾ അവന് ഉപ്പുമാവും കറിയും ചായയും എടുത്തു വെച്ചു. ഷാനു കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ടേബിളിൽ ഭക്ഷണം ഇരിക്കുന്നു. അവന് ഒരു ഗ്ലാസ് ചൂടുവെള്ളവുമായി അവൾ വന്നു പറഞ്ഞു. ഞാൻ ജമീലാത്തയുടെ അടുത്തേക്ക് പോകുക, അയൽക്കൂട്ടത്തിൻ്റെ ആവശ്യമുണ്ട്.
അത് പതിവുള്ളതാണെങ്കിലും അത്ര നേരത്തെ അവൾ പോകാറില്ല. മാത്രമല്ല, അവരാരെങ്കിലും ഫോണിൽ വിളിക്കുമ്പോഴാണ് അവൾ പോകാറ്. ജാസുമ്മ, അവൾ കഴിച്ചോ എന്നർത്ഥത്തിൽ അവൻ അവളെ നോക്കി. മോളി കഴിച്ചതിൽ ബാക്കിയുണ്ടായിരുന്നു. അവൾ അത്രയും പറഞ്ഞ ശേഷം അടുക്കളയിലേക്ക് പോയി. പിറകുവശത്തെ വാതിലടയുന്ന ശബ്ദം കേട്ടു. ഉമ്മ തന്നെ അവഗണിക്കുകയാണ്. മോളി പൊയ്ക്കഴിഞ്ഞ് പ്രതീക്ഷകളോടെ ഇറങ്ങി വന്ന പുലരി തന്നെ വിഡ്ഢിയാക്കിയതറിഞ്ഞ് അവൻ്റെ ചങ്ക് നുറുങ്ങി. വലം കൈയിൽ വാരിയെടുത്ത ഉപ്പുമാവ് തിരികെ പാത്രത്തിലേക്കിട്ട് പുറം കൈകൊണ്ട് മിഴികൾ തുടച്ച് അവൻ എഴുന്നേറ്റു. ജമീലാത്തയുടെ പശുവിനായി വെച്ചിരിക്കുന്ന കാടി ബക്കറ്റിലേക്ക് ഉപ്പുമാവും കറികളും തട്ടിയ ശേഷം പാത്രം കഴുകി വെച്ച് ഷാനു ഹാളിലേക്ക് വന്നു. തൊണ്ടക്കുഴിയിൽ ഉപ്പുകല്ല് കുടുങ്ങിയാൽ എന്ന വണ്ണം അവൻ നേറി. അതിൻ്റെ അനുരണനമെന്നോണം അവൻ്റെ മിഴികൾ നിറഞ്ഞ് മണികളായി പെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ആ അഭിശപ്ത നിമിഷങ്ങളെ അവൻ മനസ്സാ ശപിച്ചു. നിനക്ക് അല്പം കൂടി സാവകാശം വേണമായിരുന്നു ഷാനു. നിനക്ക് അല്പം കൂടി വിവേകം വേണമായിരുന്നു ഷാനു. അവഗണിക്കപ്പെട്ട വേദന ഉള്ളിലൊതുക്കി കരയുമ്പോഴും ഷാനുവിൻ്റെ ബോധ മനസ്സ് അവനോട് മന്ത്രിച്ചു. പാടില്ലായിരുന്നു, ഒന്നും പാടില്ലായിരുന്നു. നിന്നെ പെറ്റവളെ കാമത്താൽ ഉറ്റുനോക്കിയ നിനക്കവൾ തരുന്ന കുറഞ്ഞ ശിക്ഷ മാത്രമാണത്. അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതേ സമയം നിൻ്റെ മയ്യത്ത് നിസ്കാരം നടക്കുമായിരുന്നു. നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ അറപ്പോ ലജ്ജയോ ആയിട്ടാവാം അവൾ നിനക്ക് മെസ്സേജ് അയച്ചത്. നിന്നെ തല്ലി ഇറക്കി വിടാനുള്ള ത്രാണി അവൾക്കില്ലാഞ്ഞിട്ടാകാം എല്ലാം ഉള്ളിലൊതുക്കി അവൾ അകന്നു മാറി നിൽക്കുന്നത്. കാരണം അവൾ അത്രമേൽ നിന്നെ സ്നേഹിച്ചിരുന്നു, അത്രമേൽ നിന്നെ പ്രിയപ്പെട്ടതായിരുന്നു, അത്രമേൽ സ്വാതന്ത്ര്യം തന്ന് കൂടെ കിടത്തി ഉറക്കിയത് നിന്നോടുള്ള അകമഴിഞ്ഞ വിശ്വാസത്താലായിരുന്നു. അവളുടെ മൂർധാവിലേക്കാണ് നീ പ്രഹരമേൽപ്പിച്ചത്. നിന്റെ കാമക്കോൽ കടഞ്ഞു തെളിയാനുള്ള ഒരു ഉപകരണമായി അവൾ കിടന്നു തരും എന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ പതനം ഇവിടെ തുടങ്ങി. ഇപ്പോൾ ഉമ്മ അവഗണിച്ചു. നാളെ തല പെരുത്ത് ഷാനു സെറ്റിയിലേക്ക് വീണു. ഉപ്പയുടെ മുഖം ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ആളലുയർന്നു. പരിഹസിച്ച് ചിരിക്കുന്ന പരിചയക്കാരുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ നടുക്കം ഒഴിയാതെ ഷാനു വിമ്മിക്കൊണ്ടേയിരുന്നു. അല്പനിമിഷങ്ങൾ കടന്നുപോയി. തിരിച്ചറിവും ബോധവും പാകത വന്ന മനസ്സുമായി ഷാനു എഴുന്നേറ്റു. ഇന്നലെ തന്നെ ഭരിച്ച ദുശ്ചിന്തകളെല്ലാം തന്നെ വിട്ടൊഴിഞ്ഞു പോയൊരാശ്വാസം അവനുണ്ടായിരുന്നു. അവൻ റൂമിലേക്ക് കയറി ഫോണെടുത്തു. ഉമ്മായുടെ വാട്സപ്പ് ഓൺ ചെയ്തു. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ. ജാസുമ്മ, എനിക്ക് മാപ്പ് തരണം. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ. എന്നെ വെറുക്കല്ലേ കേട്ടോ. പിന്നെ ഇതാരും അറിയില്ലേ. അറിഞ്ഞാൽ പിന്നെ ഷാനു ഇല്ല കേട്ടോ. അടുക്കും ചിട്ടയുമില്ലാത്ത വാക്കുകളിൽ തൻ്റെ മനസ്സെഴുതി അവൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ കട്ടിലേക്ക് വീണു. ഉരുക്കുപാളത്തിൽ ബോഗികൾ ഓടി മറയുന്ന പോലെ അവൻ്റെ മനസ്സിൽ ഓർമ്മകൾ പാഞ്ഞുപോയി. ആ ഗന്ധം, ആ സാമീപ്യം, എല്ലാം. ജാസുമ്മ. ഹൃദയം തകർന്ന നിലവിളിയുമായി ജ്വരം ബാധിച്ചവനെ പോലെ അവൻ കിടക്കയിൽ കിടന്ന് വിറച്ചുകൊണ്ടിരുന്നു. മഴ ചാറിത്തുടങ്ങിയിരുന്നു. ജമീലാത്തയുടെ അടുക്കളയിൽ പല നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നു ജാസ്മിനും ജമീലയും. ജാസ്മിനെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലെന്നായിരുന്നു പ്രധാന പരാതി. വീട്ടിലെ തിരക്കും പിന്നെ മാഷിൻ്റെ കാര്യങ്ങളും പറഞ്ഞവൾ ഒഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഷാനുവിൻ്റെ എക്സാമിന് ശേഷം താൻ അങ്ങനെയൊന്നും അവരുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് അവൾ ഓർത്തു. കൂട്ടത്തിൽ ഷാനുവിനെക്കുറിച്ചും സംസാരമുണ്ടായി. അതിനിടയിൽ ജാസ്മിൻ്റെ മൊബൈലിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. അവൾ അത് കാര്യമാക്കാതെ സംസാരം തുടർന്നു. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞ് സമയം നോക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ഷാനുവിൻ്റെ മെസ്സേജ് അവൾ കണ്ടത്. അവൻ്റെ മെസ്സേജ് അവൾ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും അവളൊന്ന് സ്തംഭിച്ചു പോയി. അവൻ്റെ വാക്കുകൾ അത്രയ്ക്ക് ആഘാതം സൃഷ്ടിച്ചിരുന്നു അവളിൽ. തൻ്റെ ഭാവമാറ്റം ജമീലാത്ത അറിയാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ടവൾ പറഞ്ഞു, ജമീലാത്ത, പുറത്ത് തുണിയുണ്ട്, എടുത്തിടട്ടെ. പുറത്ത് തനിക്ക് നേരെ മഴത്തുള്ളികൾ ആർത്തലച്ചു വരുന്നത് ജാസ്മിൻ കണ്ടു. അതിലേറെ ആർത്തലച്ച മനസ്സോടെ അവൾ അടുക്കളവാതിൽ തുറന്ന് ഹാളിലെത്തി. ഷാനു. മഴയുടെ ഇരുമ്പലിനും മുകളിലായിരുന്നു അവളുടെ സ്വരം.
3 റൂമിലും ബാത്റൂമിലും സിറ്റൗട്ടിലും അവനെ കാണാതായപ്പോൾ വാർക്കപ്പുറത്ത് തുള്ളി വീണ മഴ അവളുടെ മിഴികളിൽ പെയ്തു. മോനെ ഷാനു നിലവിളിച്ചുകൊണ്ടവൾ ഫോൺ എടുത്തു. റീസെൻ്റ് കോൾ ലിസ്റ്റിൽ നിന്നും 2 തവണ തപ്പിയിട്ടാണ് അവൾക്ക് നമ്പർ കണ്ടുപിടിക്കാനായത്. ഡയൽ ചെയ്ത ശേഷം ഫോൺ അവൾ ചെവിയോട് ചേർത്തു. 2 പ്രാവശ്യം റിങ് ചെയ്ത ശേഷം മറുതലയ്ക്കൽ ഫോൺ എടുത്തു. എന്താ ജാസുമ്മ? ഷാനുവിൻ്റെ സ്വരം കേട്ടതും പുറത്തു പെയ്യുന്ന മഴയുടെ കുളിർ അവളുടെ ഹൃദയത്തിലേക്ക് വീണു. എന്താ ജാസുമ്മ? ഒരൽപ്പം പരിഭ്രാന്തിയോടെ അവൻ്റെ സ്വരം വീണ്ടും കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഒന്നുമില്ല, നിന്നെ ഇവിടെ കാണാതെ. ഞാൻ മിഥുൻ്റെ വീട്ടിലേക്ക് പോവാ, മഴ വരുന്നു, ഞാൻ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഷാനു ഫോൺ കട്ട് ചെയ്തു. നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ സെറ്റിയിലേക്ക് വീണു. അവൾ ഫോൺ എടുത്ത് അവൻ്റെ മെസ്സേജ് വീണ്ടും നോക്കി. അവൾ അറിയാതെ മിഴികൾ നിറഞ്ഞു. താനിനി ജമീലാത്തയോടെങ്ങാനും പോയി പറയുമോ എന്ന ചിന്തയിലാകും അവൻ അങ്ങനെ എഴുതിയതെന്ന് അവൾ ആശ്വസിച്ചു. അക്കാര്യത്തിൽ അവൻ്റെ സംശയം തീർക്കാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഷാഹിർ വിളിച്ചത്. പുതിയ ബൈക്കിൻ്റെ കാര്യം താൻ കൽപ്പറ്റയിലുള്ള സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും അയാളുടെ നമ്പർ ജാസ്മിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഷാഹിർ പറഞ്ഞു. ഷാനു വന്ന ശേഷം അയാളെ വിളിക്കാനും ഷാഹിർ പറഞ്ഞേൽപ്പിച്ചു. മറ്റു കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും തിരക്കിയ ശേഷം ഷാഹിർ ഫോൺ വെച്ചു. ജാസ്മിൻ ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഷാനുവിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. താൻ മിഥുൻ്റെ വീട്ടിലുണ്ടെന്നും മഴയാണെന്നുമായിരുന്നു മെസ്സേജ്. അവൾക്കൊരാശ്വാസം തോന്നി. അടുക്കള ജോലികളെല്ലാം തീർന്നു, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ചു നേരം സെറ്റിയിലിരുന്നപ്പോൾ തന്നെ ജാസ്മിനും മടുത്തു. കുറച്ചു നേരം കൊണ്ട് തന്നെ ഏകാന്തത തന്നെ വലയം ചെയ്തു തുടങ്ങിയതായി അവൾ അറിഞ്ഞു. വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ അവൾ വീണ്ടും മുറികളിൽ കയറി ഇറങ്ങി. ഉച്ചയ്ക്ക് ഷാനു വരുമെന്ന് കരുതി അവൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഫ്രിഡ്ജിലിരുന്ന മീനെടുത്തു വറുത്തു. പക്ഷെ 1:30 ആയപ്പോൾ അവൻ്റെ മെസ്സേജ് ഫോണിൽ വന്നു. ഇവിടെ മഴയാണെന്നും താൻ മിഥുൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുമെന്നുമായിരുന്നു സന്ദേശം. മഴ തോർത്തിട്ട് കുറച്ചു നേരമായല്ലോ എന്ന് ജാസ്മിൻ ഓർത്തു. തന്നെ കാത്തിരിക്കേണ്ട എന്നൊരു ധ്വനി ആ വാക്കുകളില്ലേ എന്നൊരു സംശയം അവൾക്ക് തോന്നി. അടുത്ത നിമിഷം അവളുടെ ചിന്തയിലൊന്ന് മിന്നി. അതെ, അവനും തിരിച്ചടിക്കുകയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി ജാസ്മിൻ. ആ വലിയ വീട്ടിൽ വെറും ചിന്തകളും നെടുവീർപ്പുകളും വീർപ്പുമുട്ടലുകളുമായി അവൾ പിടഞ്ഞു. വൈകുന്നേരം മോളിയെ കൂട്ടിയാണ് ഷാനു വന്നത്. ചായ കുടിക്കാൻ ഷാനു വന്നു. അവൻ അവളെ നോക്കാനൊന്നും നിന്നില്ല. ചായ കുടി കഴിഞ്ഞ് ഷാനുവും മോളിയും കൂടിയാണ് ഗെയിം കളിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളെ പഠിപ്പിക്കുന്നത് കൂടി അടുക്കളയിൽ നിന്നവൾ കേട്ടു. ജാസ്മിൻ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു. ഹൃദയവും കണ്ണും നിറഞ്ഞെങ്കിലും അവൾ കടിച്ചു പിടിച്ചു നിന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഷാനു സിറ്റൗട്ടിലിരുന്ന് ആരെയോ വിളിക്കുന്ന കേട്ടു. സംസാരത്തിൽ നിന്ന് മിഥുനാണെന്ന് അവൾക്ക് തോന്നി. പാത്രങ്ങൾ കഴുകി വെച്ച് അവൾ ഹാളിൽ വന്നപ്പോൾ ഷാനു സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്ന കണ്ടു. അവൾ വരുന്നത് കണ്ട് റൂമിലേക്ക് കയറിയ ഷാനു 2 ചുവട് പിന്നിലേക്ക് വെച്ച് അവളെ നോക്കി. ജാസൂമ്മ. അവൻ മൗനം ഭേദിച്ച സന്തോഷത്തിൽ വീർപ്പുമുട്ടിച്ച ഒറ്റപ്പെടലിനൊരവസാനം എന്ന നിലയിൽ എന്താ ഷാനു എന്നവൾ ചോദിക്കാൻ വായ തുറന്നപ്പോഴേക്കും അവൻ്റെ അടുത്ത വാചകം വന്നു. ഞാൻ കിടക്കാൻ പോണ്, ഗുഡ് നൈറ്റ്. അടി കിട്ടിയ പോലെ ജാസ്മിൻ ഒന്ന് പുളഞ്ഞു. അവളുടെ വിളറി വെളുത്ത മുഖം അവൻ കണ്ടില്ല. അതിനു മുമ്പേ അവൻ റൂമിൽ കയറി വാതിൽ ചാരിയിരുന്നു. യാന്ത്രികമായി ലൈറ്റുകൾ ഓഫാക്കി അവൾ കിടപ്പുമുറിയിലേക്ക് നടന്നു. ഷാനു ആരാണെന്നും തൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്നും അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. എന്നാലും വിട്ടുകൊടുക്കാൻ അവളുടെ മനസ്സൊരുക്കമല്ലായിരുന്നു. ഒരുപാട് കാലം അവൻ ആ രീതിയിൽ പോകാൻ കഴിയില്ലെന്ന് അവൾ കണക്ക് കൂട്ടി. അവൾ ഫോൺ എടുത്ത് അവൻ്റെ മെസ്സേജുകൾ വെറുതെ നോക്കി. തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും അവൾ അതിൽ കണ്ടില്ല. ഇനി താൻ ക്ഷമിച്ചു എന്ന് പറയാത്തതിനാണോ അവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നവൾക്ക് സംശയം തോന്നി. ഞാൻ ക്ഷമിച്ചു എന്നെഴുതിയിട്ട് കുറച്ചു നേരം അവൾ അതിൽ നോക്കിക്കിടന്നു. സെൻഡിങ് മാർക്ക് പ്രസ് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അവളത് ക്ലിയർ ചെയ്തു. പല വാക്കുകൾ എഴുതിയിട്ടും അവൾക്കൊരു തൃപ്തി കിട്ടിയില്ല. ഇനി താനാരോടെങ്കിലും പറയുമോ എന്നൊരു പേടി അവൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ അവൾ ഇത്രയും എഴുതി.
ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അവൾ സെൻഡിങ് മാർട്ട് തൊട്ടു. 2 ടിക്ക് വീണതവൾ കണ്ടു. 2-3 പ്രാവശ്യം അവൾ ഫോൺ ഇടവിട്ട് നോക്കിയെങ്കിലും ബ്ലൂടിക്ക് അവൾക്ക് കാണാൻ സാധിച്ചില്ല. അവൻ കണ്ടാൽ ഉപ്പ പറഞ്ഞ കാര്യം കൂടി പറയാമെന്ന് അവൾ കരുതി. അവൻ ഉറങ്ങിയെന്ന് കരുതി അവൾ ഫോൺ ടേബിളിലേക്ക് വെച്ച് കിടന്നു. വിളിക്കാൻ തുടങ്ങിയ കാലം മുതൽ അങ്ങനെ മാഷിനെ വിളിക്കാൻ മറന്നൊരു ദിവസം ജാസ്മിനുണ്ടായി. പുലർച്ചെ പീരീഡ് ആയതറിഞ്ഞാണ് ജാസ്മിൻ എഴുന്നേറ്റത്. അവൾ പാഡുമായി പുറത്തെ ബാത്റൂമിലേക്ക് പോയി. അത്തരം സമയങ്ങളിൽ അവൾ പുറത്തു പോയേ കുളിക്കാറുള്ളൂ. കുളിയും കഴിഞ്ഞ് രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കി വെച്ച് അവൾ വന്ന് വീണ്ടും കിടന്നു. വെറുതെ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഷാനു മെസ്സേജ് റീഡ് ചെയ്തിരിക്കുന്നതായി കണ്ടു. മോളിയെ കുളിപ്പിച്ചൊരുക്കി വിടാൻ നേരം ഷാനു പുറത്തുനിന്ന് കുളി കഴിഞ്ഞ് വരുന്നതവൾ കണ്ടു. അവൻ ഇറങ്ങിപ്പോകുന്ന അവൾ കണ്ടിരുന്നില്ല. മോളിയെ ഞാൻ കൊണ്ടാക്കിക്കോളാം, അവൻ പറഞ്ഞു. നീ എവിടെ പോകുന്നു? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. കോളേജിലൊന്ന് പോകണം, മിഥുൻ പറഞ്ഞിരുന്നു. ഷാനു മുറിക്കകത്തേക്ക് കയറി. തൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയത് ജാസ്മിൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഭക്ഷണശേഷം മോളിയെയും കൂട്ടി ഷാനു പോയി കഴിഞ്ഞതോടെ അവൾ ആകെ തകർന്നു. ഒരു വശത്ത് പിരീഡിൻ്റെ അവശത, മറുവശത്ത് മാനസിക പിരിമുറുക്കം. കുറച്ചു കഴിഞ്ഞപ്പോൾ മാഷ് അവളെ വിളിച്ചു. മുന്താസിന് കുറവുണ്ടെന്നും 4-5 ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്നും വന്നാൽ ഒരു സ്ഥലം വരെ പോകണമെന്നും ഷാഹിറിനോട് അനുവാദം ചോദിച്ചു വെക്കാനും മാഷ് അവളോട് പറഞ്ഞു. ജാസ്മിൻ എല്ലാം മൂളിക്കേട്ടു. മാഷെന്നല്ല, ആര് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. ഷാഹിർ വിളിച്ചപ്പോൾ അവളത് പറഞ്ഞു. മാഷിൻ്റെ കൂടെ പോകുന്നതിൽ ഷാഹിർ ഒരു എതിർപ്പും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരെ ശ്രദ്ധിക്കുക കൂടി വേണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. ഷാനുവിനോട് ബൈക്കിൻ്റെ കാര്യത്തിനായി ഇയാളെ ഇന്ന് തന്നെ വിളിക്കാൻ ഷാഹിർ പറഞ്ഞു. സത്യത്തിൽ അവൾ ആ കാര്യം മറന്നുപോയിരുന്നു. ഷാഹിറിൻ്റെ കോൾ കട്ടായ ശേഷം അവൾ ഷാഹിർ വിട്ട നമ്പർ ഷാനുവിൻ്റെ വാട്സപ്പിലേക്കിട്ടു. അതിനുശേഷം അവനെ വിളിച്ചു. അവൾ വിളിച്ചപ്പോൾ അവൻ എടുത്തില്ല. തിരിച്ചു വിളിക്കുകയാണുണ്ടായത്. എന്താ ജാസൂമ, ഈ എവിടാ? കൽപ്പറ്റയ്ക്ക് പോവുക, മിഥുനും ഉണ്ട്. ഉപ്പ വിളിച്ചിരുന്നു. ബൈക്കിൻ്റെ കാര്യത്തിന് എന്നോട് വിളിക്കാൻ പറഞ്ഞൊരു നമ്പർ തന്നിട്ടുണ്ട്, വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം ഉമ്മ. അവനിൽ നിന്ന് സന്തോഷാതിരേഖത്താൽ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്ന ജാസ്മിൻ പെട്ടെന്ന് നിശബ്ദയായി. ഉമ്മയുടെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ അവൻ ഫോൺ കട്ടാക്കി. ബൈക്കിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ സന്തോഷവാനാകുമെന്നും പിണക്കം മാറി തുടങ്ങുമെന്നും അവൾ കരുതിയിരുന്നു. അന്നും ജാസ്മിന് വിരസമായ പകലായിരുന്നു. വൈകുന്നേരം മോളിയെയും കൂട്ടി ഷാനു വന്നു. ബൈക്ക് കിട്ടുന്നതിൻ്റെ സന്തോഷമൊന്നും അവനിൽ കണ്ടില്ല. ചായകുടി കഴിഞ്ഞ് പതിവ് പോലെ ഗെയിം, മോളിയെ പഠിപ്പിക്കൽ. ഷാനു എന്തെങ്കിലും പറഞ്ഞ് തൻ്റെ അടുത്ത് വരുമെന്നും ബൈക്കിൻ്റെ കാര്യമെങ്കിലും ചോദിക്കുമെന്ന് അവൾ കരുതി. അതും ഉണ്ടായില്ല. മനസ്സുമടുത്ത് ജാസ്മിൻ കുറച്ചു നേരം പോയി കിടന്നു. ഭക്ഷണത്തിനായി മോളി ബഹളം വെച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കിച്ചൺ സ്ലാബിൽ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഇരിക്കുന്നത് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ ഉറുമാമ്പഴം. അവളുടെ ഉള്ളിൽ ഒരു ശീതക്കാറ്റ് വീശി. തനിക്ക് പിരീഡാകുമ്പോൾ അവനെക്കൊണ്ട് താൻ വാങ്ങിപ്പിച്ചിരുന്നത് അവൾ ഓർത്തു. ഷാനു അത് മറന്നിട്ടില്ല. പക്ഷേ ഇതവൻ എങ്ങനെ അറിഞ്ഞുവെന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. സംശയം തീർക്കാൻ എന്ന വണ്ണം അവൾ പുറത്തെ ബാത്റൂമിനടുത്ത് ചെന്ന് നോക്കി. വേസ്റ്റ് ബിന്നിൽ സ്റ്റേഫ്രിയുടെ ഒഴിഞ്ഞ നീല കവർ കിടക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ അതാണ് കാര്യം. കുളിക്കാൻ വന്നപ്പോൾ രാവിലെ അവൻ കണ്ടു കാണണം. തൻ്റെ ഡേറ്റൊന്നും ഷാനു ഇതുവരെ തിരക്കിയിട്ടില്ല, താൻ പറഞ്ഞിട്ടുമില്ല. 2 പേർക്കും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഉറുമാമ്പഴ വിഷയം ഇന്ന് വരെ സംസാരത്തിലെത്തിയിട്ടില്ലായിരുന്നു. വീണ്ടും മോളി ബഹളമുണ്ടാക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഷാനു അവൾ ജോലികൾ തീർത്ത് വരുന്നതിന് മുമ്പേ റൂമിൽ കയറി. അത് മനസ്സിലാക്കി ലൈറ്റുകൾ ഓഫാക്കി ജാസ്മിനും റൂമിലേക്ക് പോയി. ഇങ്ങനെ പോയാൽ തനിക്ക് വട്ടുപിടിക്കുമെന്ന് അവൾക്ക് തോന്നി. ഷാനു തൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവനെ അങ്ങനെ തുറന്നു വിടാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഇതു മതി, വല്ല ചീത്ത കൂട്ടുകെട്ടിലും ചെന്ന് കയറാൻ എന്നവൾ ഭയന്നിരുന്നു. അവൾ ഫോൺ എടുത്ത് അവന് മെസ്സേജ് വിട്ടു. നീ ആളെ വിളിച്ചിരുന്നോ?
1 മിനിറ്റിനുള്ളിൽ അവൻ്റെ മറുപടി എത്തി. വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ ഒഴുക്കം മട്ടിലുള്ള മറുപടി കണ്ടപ്പോൾ അവന് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് കിടന്നതേ അവൾ ഉറങ്ങിപ്പോയി. പിറ്റേന്നും തനിയാവർത്തനമായിരുന്നു. മോളി പോയതിന് ശേഷമാണ് ഷാനു പോയതെന്ന് മാത്രം. ഇത്തവണ മിഥുൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയതെന്ന് മാത്രം. അന്നവൾ ഉച്ചയ്ക്കത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കിയില്ല. വെറുതെ ജമീലാത്താടെ പശുവിനെ തീറ്റിച്ചിട്ട് എന്ത് കാര്യം? വിരസതയും ഏകാന്തതയും അസഹ്യമായപ്പോൾ അവൾ പോയി കിടന്നു. അപ്പോഴാണ് ഷാഹിറിൻ്റെ കോൾ വന്നത്. ഇന്നിക്ക നേരത്തെയാണല്ലോ എന്നവൾ ഓർത്തു. ഷാനു എവിടെ? ഷാഹിർ ആദ്യം ചോദിച്ചത് അതായിരുന്നു. ഒന്ന് അമ്പരന്നുവെങ്കിലും അവൾ പറഞ്ഞു, പുറത്ത് മിഥുൻ്റെ വീട്ടിൽ പോയി. അവനെന്താ വണ്ടി ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞത്? എപ്പോ? വണ്ടി വേണ്ടാന്നോ? അപ്പോൾ നീ അറിഞ്ഞില്ലേ? ഞാൻ കരുതി നീ പറഞ്ഞിട്ടാണെന്ന്. ഞാൻ അറിഞ്ഞില്ല. അതെന്താ? സാധാരണ അങ്ങനെയല്ലല്ലോ നിങ്ങൾ. ആ ചോദ്യം ജാസ്മിന് കൊണ്ടു. ഇക്കയുടെ കടത്തിനെക്കുറിച്ചൊക്കെ അവനോട് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാവും. ഇതവനെ നേരിട്ട് പോയി കണ്ട് പറയുകയാണ് ചെയ്തതെന്നാണ് സിയാദ് പറഞ്ഞത്. അവൻ ഇന്നലെ കൽപ്പറ്റയിൽ പോയിരുന്നോ? ആ, എന്തോ അഡ്മിഷൻ്റെ കാര്യത്തിന് പോയതാ. ആ, അങ്ങനെ വരട്ടെ. ആ ചെങ്ങായി കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു, അതിങ്ങനെ വസൂലാക്കാമെന്ന് കരുതിയതാ. അവൻ വണ്ടി വേണ്ടാന്ന് പറഞ്ഞോ? ജാസ്മിന് സംശയം മാറിയില്ല. ആന്ന്. നീ അവൻ വരുമ്പോൾ ഒന്നുകൂടി ചോദിച്ചു നോക്ക്. വേണ്ടെങ്കിൽ കാശ് വാങ്ങാൻ വേറെ വഴി നോക്കണം. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഷാഹിർ ഫോൺ കട്ട് ചെയ്തു. ഷാനുവിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ബുള്ളറ്റ്. അതവൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അന്നത്തെ വൈകുന്നേരവും മോളിയെ കൂട്ടി ഷാനു എന്നു. ചായ കുടി കഴിഞ്ഞ് മോളി ഗെയിം തുടങ്ങി. ഷാനുവിനെ ഒന്ന് തനിച്ച് കിട്ടാനുള്ള അവസരം അവൾ നോക്കി നടന്നു. ഷാനു അവൻ്റെ ചെടികൾക്കരികിലായിരുന്നു. നിര തെറ്റി നിന്നവയെ നേരെ നിർത്തിയും ചെറിയ കമ്പുകൾ കുത്തിവെച്ച് അവയെ നിവർത്തുകയും ചെയ്യുകയായിരുന്നു. തലേന്നത്തെ ശക്തമായ മഴയിൽ ചിലത് ചാഞ്ഞും പടർന്നും നിലത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നിൽ അനക്കം കേട്ട് ഷാനു തിരിഞ്ഞു. ജാസ്മിനായിരുന്നു. അവൻ വീണ്ടും ചെടികളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അല്ല ഷാനു, അനക്കെന്താ പറ്റിയേ? നിലത്ത് വീണ് കിടന്നിരുന്ന ഒരു മുല്ലപ്പടർപ്പ് ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. അന്നോടാ ചോദിച്ചേ? വാക്കുകളുടെ ശക്തിയൊന്നും അവളുടെ സ്വരത്തിനില്ലായിരുന്നു. എൻ്റെ മുല്ല മഴ കൊണ്ട് വീണുപോയി. മുല്ലപ്പടർപ്പ് ഉള്ളം കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അവനെ സാഗൂതം നോക്കി. ഈ വണ്ടി വേണ്ടാന്ന് പറഞ്ഞു എന്നറിഞ്ഞു. ഒടുവിൽ സ്വയം മയപ്പെടുത്തി അവൾ പറഞ്ഞു, ഉപ്പാക്ക് ഒരുപാട് കടങ്ങളില്ലേ ഉമ്മ, അതൊക്കെ കഴിയട്ടെ. ഷാനു പറഞ്ഞു. എൻ്റെ വലിയ ആഗ്രഹമല്ലായിരുന്നോ? ഉപ്പയെ സങ്കടത്തിലാക്കിയിട്ട് നിക്കെന്ത് സന്തോഷം ഉമ്മ. ഷാനു തന്നെയാണോ ഇത് പറയുന്നതെന്ന് ജാസ്മിൻ ഒരു നിമിഷം ചിന്തിച്ചു. അവൻ്റെ പെരുമാറ്റത്തിലെയും സംസാരത്തിലെയും മാറ്റം അവളെ ഒട്ടൊന്നുമല്ല അമ്പരിപ്പിച്ചത്. ഷാനു മുല്ലപ്പടർപ്പ് ശ്രദ്ധയോടെ പടർത്തുന്നത് കണ്ട് അവൾ പിന്തിരിഞ്ഞു. ആ രാത്രിയിൽ അത്താഴവും കഴിച്ച് എല്ലാവരും കിടന്നു. അന്നോട് ഒന്നുകൂടി ചോദിച്ചു നോക്കാൻ ഉപ്പ പറഞ്ഞു. അയാൾ എന്തോ കുറച്ച് പൈസ ഉപ്പയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. രാത്രി അവൾ മെസ്സേജ് വിട്ടു. ഇനി അത് വേണ്ട ജാസൂമ. 2-3 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ്റെ മറുപടി വന്നത്. ഇപ്പോൾ കിട്ടിയില്ലേ പിന്നെ കിട്ടില്ലാട്ടോ. എനിക്ക് ആ സ്കൂട്ടി മതി. അപ്പോൾ എൻ്റെ ബുള്ളറ്റിനോടുള്ള ആഗ്രഹങ്ങളെല്ലാം നടന്നോണമെന്നുണ്ടോ ജാസൂമ? അവളുടെ ഉള്ളിൽ ഒരു വിറയൽ ഉയർന്നു. അവൻ വീണ്ടും മരം ചുറ്റി വരികയാണെന്ന് അവൾ അറിഞ്ഞു. അവനോട് കുറച്ചുകൂടി സംസാരിക്കാൻ അവൾക്ക് തോന്നിയിരുന്നുവെങ്കിലും അവൾ അതൊഴിവാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. ദിനചര്യ പോലെ കാര്യങ്ങൾ ആവർത്തിച്ചു പോയിരുന്നു. ചുരുക്കം ചില അഭിമുഖ സംഭാഷണങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റൊരു പുരോഗതിയും അവരുടെ ബന്ധത്തിലുണ്ടായില്ല. ഒരു ദിവസം 2 പേരും കൂടെ മാഷിൻ്റെ വീട് വൃത്തിയാക്കാൻ പോയിരുന്നു. ഷാനു പുറംഭാഗം വൃത്തിയാക്കിയപ്പോൾ ജാസ്മിൻ വീടിനകം വൃത്തിയാക്കി. സ്കൂട്ടിയിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്പർശനമല്ലാതെ മറ്റൊന്നും അതിനിടയിൽ ഉണ്ടായില്ല. ആ സംഭവത്തോടുകൂടി ജാസ്മിൻ ആകെ തകർന്നു. അവൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി കിടന്നു കൊടുക്കാനല്ലെങ്കിലും ആ പഴയ ഷാനുവിൻ്റെ നിഴലെങ്കിലും വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഷാനുവും പഴയ പോലെ ആയിരുന്നില്ല.
കുറച്ചൊക്കെ അവളോട് സംസാരിച്ചിരുന്നു. പക്ഷേ പരസ്പരം വാതിൽ കടന്നു പോകുമ്പോഴൊന്നും അവളുടെ ശരീരത്ത് തൊടാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അത് തന്നെ മനഃപൂർവ്വം അവഗണിക്കാൻ അവൻ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ മുഖവിലക്കെടുത്തില്ല. 2 ദിവസം കൂടി കഴിഞ്ഞു. മാഷും മുന്താസും വീട്ടിൽ വരുമ്പോൾ ഷാനു അവിടെ ഇല്ലായിരുന്നു. മുന്താസുമ്മ ഉഷാറായിരുന്നു. അവരുടെ മുഖത്തെ വെളിച്ചവും സന്തോഷവും കണ്ട് ജാസ്മിനും സന്തോഷമായി. മാഷിൻ്റെ വണ്ടിയിലായിരുന്നു അവർ വന്നത്. ഡ്രൈവർ അയ്യപ്പേട്ടനും കൂടുണ്ടായിരുന്നു. അയ്യപ്പൻ മാഷുടെ സ്ഥിരം ഡ്രൈവറാണ്. മാഷിൻ്റെ വണ്ടി അയാളുടെ വീട്ടിലാണ് സൂക്ഷിക്കാറുള്ളത്. മോള് ഷാഹിറിനെ വിളിച്ച് ചോദിച്ചിരുന്നോ? ഇക്ക തടസ്സം പറയുമെന്ന് മാഷുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ബാക്കി മുന്താസ് പറയും. മാഷും അയ്യപ്പനും സിറ്റൗട്ടിലേക്ക് മാറി. എന്താണ് ഉമ്മ ഇത്രയ്ക്ക് സസ്പെൻസ്? ഒന്നുമില്ല മോളെ, ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ മനസ്സുകൊണ്ട് റബ്ബിന് നേർന്നിട്ടതാ ഏർവാടി വരെ പോകാൻ. റസൂലിൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ സുഖമായി. നമുക്കൊന്ന് പോയാലോ? ജാസ്മിന് സന്തോഷവും കരച്ചിലും ഒരുമിച്ച് വന്നു. അതിനിപ്പോൾ എന്താണുമ്മ? ജാസ്മിൻ അവരെ കെട്ടിപ്പിടിച്ചു. നമുക്ക് പോയേക്കാന്ന്. ഇത്ര ദൂരമില്ലേ? ഷാഹിർ സമ്മതിക്കുവോ? ഏർവാടിയിലേക്കാണെന്നും അറിയില്ല. മാഷുപ്പ പറഞ്ഞിട്ടുമില്ലായിരുന്നല്ലോ. സമ്മതിക്കാതെ എവിടെ പോകാൻ? ജാസ്മിൻ അവരെ നെഞ്ചോട് ചേർത്തു. ഇനി അതല്ല, ഇക്ക സമ്മതിച്ചില്ലെങ്കിലും വരും. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയല്ലേ. ജാസ്മിൻ അവരുടെ നിറഞ്ഞ മിഴികൾ തുടച്ചു. അപ്പോൾ എന്നാ യാത്ര? അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. മാഷ് പറയുമടോ. അവരും സന്തോഷത്തോടെ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് പിച്ചി. ഏതായാലും അധികം വൈകില്ല. മാഷും അയ്യപ്പനും ഹാളിലേക്ക് വന്നു. അവരുടെ ചിരി കണ്ടപ്പോൾ തന്നെ മാഷിന് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നാ അയ്യപ്പ യാത്ര? മാഷ് അയ്യപ്പനെ നോക്കി. 1 ദിവസം മുഴുവനൊന്നുറങ്ങണം, എനിക്കത്രയേ വേണ്ടൂ. അയ്യപ്പൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ വണ്ടി ഷോപ്പിലൊന്ന് കാണിച്ചേക്ക്. മാഷ് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തിട്ടേ പോകൂ മാഷേ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോകാം അല്ലേ? മാഷ് മുന്താസിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ തലയാട്ടി. ക്ഷീണമുള്ളതിനാൽ അയ്യപ്പൻ്റെ കൂടെ തന്നെ അവരും ഇറങ്ങി. മുറ്റത്ത് നിന്ന് ഇന്നോവ റോഡിൽ കയറി മറയുന്നവരെ ജാസ്മിൻ സിറ്റൗട്ടിൽ നോക്കി നിന്നു. തിരികെ വാതിലടച്ച് ജാസ്മിൻ സെറ്റിയിൽ വന്നിരുന്നു. ഇത്ര കാലത്തിനിടയ്ക്ക് എങ്ങോട്ടും പോകുവാൻ സാഹചര്യം ഒത്തിട്ടില്ല. അങ്ങനെയായിരുന്നു ജീവിതം. വയനാട് ജില്ല വിട്ട് പുറത്തു പോയത് ഒരിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു എന്നവൾ ഓർത്തു. അന്നും പോയത് ഉമ്മാടെ കൂടെയാണ്. അല്ലാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഷാനു പക്ഷേ വൺ ഡേ ടൂറിനൊക്കെ പോകാറുണ്ടായിരുന്നു. അധികം രാത്രിയാകാതെ തിരിച്ചെത്തുമായിരുന്നു. ഷാനു, അവൻ സമ്മതിക്കുവോ? ഒരാഴ്ച മുമ്പുള്ള ഷാനു ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്കൊരു പേടി തോന്നി. പക്ഷെ എന്തു വന്നാലും അവനെ സമ്മതിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. മാഷൊക്കെ വന്നതിന് ശേഷം അവളുടെ മനസ്സിനൊരു ഊർജം കിട്ടി. ചുറുചുറുക്കോടെ ജോലികൾ ചെയ്തു തുടങ്ങി. അല്ലെങ്കിലും നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, നേടാനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുക. പക്ഷെ അവളുടെ ഉത്സാഹം ഷാനുവിനില്ലായിരുന്നു. പതിവ് പോലെ മോളിയെ കൂട്ടി വന്നു. ചായ കുടി, ഗെയിം, അതങ്ങനെ പോയി. രാത്രി അത്താഴം കഴിഞ്ഞു. പതിവുകൾ ആരും തെറ്റിച്ചില്ല. മാഷും ഉമ്മയും വന്നിരുന്നു. രാത്രി അവൾ മെസ്സേജ് ചെയ്തു. അവർ ഒരു സ്ഥലം വരെ പോകുന്നു. നമ്മളോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഷാനു നിശബ്ദത. കുറച്ചു നേരം കഴിഞ്ഞു. നെയിം ബാറിൽ ടൈപ്പിംഗ് എന്ന് കണ്ടു തുടങ്ങി. ക്ലാസ് തുടങ്ങാനായി ജാസുമ്മ. അതിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വന്നേ പറ്റൂ. ഉപ്പ സമ്മതിച്ചതാ. ക്ലാസ് ഉണ്ടുമ്മ. എനിക്കാകെ ഉള്ളതാ വരാ. അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. നീ വന്നേ പറ്റൂ. അപ്പുറത്ത് നിന്ന് അനക്കമൊന്നും കേട്ടില്ല. വാട്സാപ്പ് ക്ലോസ് ചെയ്ത് അവൾ ഫോൺ ടേബിളിലേക്ക് വെച്ച് കിടന്നു. പുലർച്ചെയായപ്പോൾ എപ്പോഴോ സമയം നോക്കാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഷാനുവിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരിക്കുകയാണ്. അവൾ അത് തുറന്നു. അപ്പം ഈ സ്റ്റോറിയുടെ ബാക്കി പാർട്ട് 4 വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാർട്ട് 4 വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അതും ഇട്ടേക്കാം. അപ്പോൾ വേഗം വീണ്ടും കാണാം. ഗുഡ് ബൈ.